നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി അതിൽ പഠിക്കാനുള്ളത് ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻ ആണ്. ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിട്രസ് പാർട്ടിലോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഏത് വഴി കൊടുക്കാൻ പറ്റും, ഈ റെറ്റിന എവിടെ കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മെയിൻലി സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ ഒരു 6 mm സൈറ്റ്. ഈ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലിംബസ് ആൻഡ് ദി ഓറ സെറാട്ട. ലിംബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓക്കെ, നമ്മുടെ കോർണിയോ സ്ക്ലീറൽ ജംഗ്ഷന്റെ അവിടെ, ഓക്കെ, ആ ഒരു ലിംബസിന്റെ അവിടെ അതിന് പോസ്റ്റീരിയർ ആയിട്ട്, ഓക്കെ, പോസ്റ്റീരിയർ ടു ദ ലിംബസും നമ്മുടെ ഓറ സെറാട്ട എന്ന് പറഞ്ഞ പാർട്ടിന് ആന്റീരിയറിലായിട്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ ദ ലിംബസ് ആൻഡ് ഓറ സെറാട്ട 6 mm നമ്മൾ ഇൻട്രാവിട്രൽ ജംഗ്ഷനിൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റീരിയർ ടു ഓറ സെറാട്ട കൊടുക്കാത്തത്? എന്താണ് ഓറ സെറാട്ട? ഓറ സെറാട്ട എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇന്റർമോസ്റ്റ് പാർട്ടായിട്ടുള്ള ഈ റെറ്റിനയില്ലേ, റെറ്റിനയെ ആന്റീരിയർലി വന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ ഓറ സെറാട്ട എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓറ സെറാട്ടിന്റെ പോസ്റ്റീരിയർലി നമ്മൾ കൊടുക്കാത്തത് ഓറ സെറാട്ട പോസ്റ്റീരിയർലി നമ്മുടെ എന്തുണ്ട്, കൊറോയിഡ് റെറ്റിന പാർട്ടൊക്കെ എന്താണ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കൊറോയിഡിൽ പോവുകയാണെങ്കിൽ അത് ഹൈലി ബ്ലീഡിങ് ഉണ്ടാക്കും, ഓക്കെ, ഹൈ ബ്ലീഡിങ് ഉണ്ടാക്കും, റീനൽ ഇഞ്ചുറി ഉണ്ടാക്കും, ഓക്കെ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ, അതായത് ലിംബസിന് ഫ്രണ്ടിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ലെൻസ് ഉണ്ട്, അപ്പോൾ ലെൻസിൽ ഇഞ്ചുറി സംഭവിക്കാൻ നമ്മൾ റിഫ്രാക്റ്റീവ് പവറിനേക്ക് അത് എഫക്റ്റ് ആക്കാം, ഓക്കെ. സോ നമ്മൾ മെയിൻലി കൊടുക്കുന്ന ഇതാണ് സൈറ്റ് നമ്മൾ നോക്കിയത്, ഇൻട്രാവിട്രൽ ജംഗ്ഷൻ, അതാണ് മെയിൻലി, ഓക്കെ. ഇനി നമ്മൾ എവിടെ കൊടുക്കും, അതായത് ഈ ഒരു ലിംബസിൽ തന്നെ നമുക്ക് 3 mm പോസ്റ്റീരിയർ ആയിട്ട് 3.5 mm, അതായത് ഈ ഒരു 6 mm ഇടയിൽ എവിടെ കൊടുക്കുന്നത് നമ്മൾ ലെൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പൊ അഫീക്കിയാണ്, അതായത് ലെൻസ് ഇല്ല, ആബ്സെൻസ് ഓഫ് ലെൻസ് എന്നുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ലിംബസിന് 3 mm പോസ്റ്റീരിയർ ടു ലിംബസ് ആയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇനി അടുത്ത കണ്ടീഷൻ പ്രസൻസ് ഓഫ് അതായത് ഇൻട്രാ ഓക്കുലർ ലെൻസിന്റെ പ്രസൻസ് ഉണ്ട്, അതായത് ഫാൾസ് ഓർ ആർട്ടിഫിഷ്യൽ ലെൻസ് ആണ് വെച്ചേക്കുന്നത്, വി കോൾ ഇറ്റ് സ്യൂഡോ ഫേക്കിയ. ആ കണ്ടീഷനിൽ നമുക്കൊരു 3.5 mm പോസ്റ്റീരിയർ ലിംബസ് കൊടുക്കാം. ഇനി ഫേക്കിയ, അതായത് നോർമൽ ക്രിസ്റ്റലൈൻ ലെൻസ് ആണെങ്കിൽ 4 mm പോസ്റ്റീരിയർ ലിംബസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അത് പിയേഴ്സ് ചെയ്യുന്നത് മെയിൻലി സ്ക്ലീറിയനെ പിയേഴ്സ് ചെയ്യും ആൻഡ് പാഴ്സ് പ്ലാന. അപ്പോൾ പാഴ്സ് പ്ലാന എന്ന് പറഞ്ഞൊരു പാർട്ടിലാണ് നമ്മൾ, ഇതാണ് പാഴ്സ് പ്ലാന എന്ന് പറയുന്ന പാർട്ട്, അവിടെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ യൂസിംഗ് ദി സ്പെക്കുലം ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ്, അതായത് ലെഫ്റ്റ് ഹാൻഡിൽ സ്പെക്കുലം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഐസ് നമ്മൾ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സ്റ്റെറിലൈസ് സ്ക്ലീറ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. അത് മെയിൻലി ഇൻഫീറോ ടെമ്പറലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ ഡിപ്പ് നമ്മൾ എടുത്തിട്ട് ഇറ്റ് ഷുഡ് ബി ഡിപ്ഡ് ഇൻ ബീറ്റാഡിൻ സൊല്യൂഷൻ ഓൺ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ദാറ്റ് ഈസ്, അതാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ യൂസിംഗ് ദാറ്റ് കോട്ടൺ ഡിപ്പ് ദാറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ദ ബീറ്റാഡിൻ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് സ്റ്റെറിലൈസിംഗ് ഏജന്റ് ടു സ്റ്റെറിലൈസ് സ്ക്ലീറ. ഇൻഫീരിയോ ടെമ്പറലി ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഓക്കെ. അതുവരെ മനസ്സിലായല്ലോ. അതിനുശേഷം യു ഷുഡ് ആസ്ക് ദ പേഷ്യന്റ് ടു ലുക്ക് അപ്വേർഡ്സ്, ആളുടെ അടുത്ത് മുകളിലോട്ട് നോക്കാൻ പറയണം, ആൻഡ് ഓൾസോ ഇൻവേർഡ്സ്, താഴോട്ടും നോക്കാൻ പറയണം, അപ്വേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്, ഓക്കെ, ടു ഗെറ്റ് എ ക്ലിയർ വ്യൂ ഇൻഫീരിയോ ടെമ്പറലി. അപ്പോൾ അപ്വേർഡ്സും ഇൻവേർഡ്സും നോക്കുമ്പോൾ നമുക്ക് ഇൻഫീരിയോ ടെമ്പറലി നല്ലൊരു വ്യൂ കിട്ടും, ഓക്കെ. ആൻഡ് യൂസിങ് എ കാലിപ്പർ മാർക്ക് ദ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ, ഒരു കാലിപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുക ഫ്രം ദ ലിംബസ് പോസ്റ്റീരിയർലി, അതായത് 3 mm ആണോ 3.5 mm ആണോ അത്രയും പോസ്റ്റീരിയർ ഇട്ട് അവിടെ നമ്മളൊരു കാലിപ്പർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം യു ഷുഡ് ഇഞ്ചക്ട് വിത്ത് 30 gauge needle. Okay, injection with the 30 gauge needle is inserted through the sclera with the slow twisting movements to reach the vitreous. Okay, after that you should inject with the 30 gauge needle. Okay, and that is inserted through the sclera. Okay, and while through the sclera you can go like a twisting sclera with a slow twisting movement. Okay, and reach the vitreous. Okay. So that is the process. So that is the first intravitreal injection, and second is the intracameral injection. Intracameral injection means injection into the anterior chamber. Okay, anterior chamber, here we are injection, that is antibiotics, steroids, these are injecting into the anterior chamber. That is here after incision, using cataract surgery after incision we can give this antibiotic steroids, that is into the anterior chamber. That is the intracameral injection. Next is the topical route of administration. In topical route of administration, here the application is on the surface, that is the most commonly used topical ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് മെയിൻലി ഐ ഡ്രോപ്സും ഉണ്ട്, ഐ ഓയിൻമെന്റ്സ് ആർ ഓൾസോ there. ഐ ഡ്രോപ്സ് ആർ അഡ്മിനിസ്ട്രേഡ് ബിഫോർ ഐ ഓയിൻമെന്റ്സ്. Why? Because ഐ ഓയിൻമെന്റ്സ് ആർ administered 3 or greater than 3 minutes, okay, after the drops. This provide longer time of contact, that is duration of action is longer. So first ഏതാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഫസ്റ്റ് ഐ ഡ്രോപ്സ് ആർ അഡ്മിനിസ്റ്റേർഡ്, ഓക്കെ. ഫസ്റ്റ് ഐ ഡ്രോപ്സ് അഡ്മിനിസ്റ്റേർഡ്, ആൻഡ് ആഫ്റ്റർ 3 or more than 3 minutes you should administer the eye ointments, okay.
Thus, this will provide longer time of contact and duration of action will be longer. So, eye drops and eye ointments are the topical routes of administration, types that is applied directly on the surface, which is most commonly used. And fourth one is a subconjunctival injection. Subconjunctival injection means below the conjunctiva only. Okay, that's the fourth one. Fifth one is parabulbar or the posterior subtenon injection. Okay, posterior subtenon injection or the parabulbar injection. So here you should look at this figure. So here this is a clear picture. Here this is the conjunctiva. Okay, this is the conjunctiva, and here this here. Okay, and below it is a subconjunctival space. Okay, and below that we have the what, this part we have the sclera. Okay, you look from here, that is here, this one is the cornea. Okay, and cornea, and this one is the iris, and after here the corneoscleral junction, that is starting, that is the limbus, and this one is sclera. We know that the sclera has 3 layers. The inner layer is lamina fuchsia, that is the inner layer, and the middle layer we call it as the sclera proper. Okay, and the outer layer is the episclera. Okay, and here the episclera that continues, that is 3 millimeter posterior to the limbus. At here this part, this episclera is continuing posteriorly as Tenon's capsule. Okay, as Tenon's capsule. Okay, so here since this is Tenon's capsule, posterior to this side is called the posterior subtenon's area. So here we give the posterior subtenon's injection. Okay, and here the subconjunctival injection. So 2 injections. Okay, just study the locations, that's enough. Okay, so that's the parabulbar or the posterior subtenon's injection. Okay, that is below the Tenon's capsule. Okay, and this is used in the intermediate uveitis. Okay, for Nozick technique, used in intermediate uveitis, we give injection here. And next is the local routes of anesthesia to eye, and here peribulbar, that is surrounding the eye. Okay, that is surrounding the eye, that is the best route. Then retrobulbar is there, retrobulbar, that is behind the eye, that is another one. So I said now the routes of giving anesthesia to the eye. So here this is the eyeball, and here this side is the annulus of Syn. Okay, from this annulus of Syn only all the recti muscles originate, and this recti muscles that originate and inserted to the eyeball. This is lateral rectus, medial rectus, and the inferior rectus, superior rectus, all muscles, and these all muscles are forming a cone of muscles here. Okay, so the first site of injection is retrobulbar injection, or the intracorneal space here injecting, that is behind the eyeball. So behind the eyeball ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ റെട്രോബൾബാർ ഓർ ദ ഇൻട്രാകോണൽ സ്പേസ്. അപ്പോൾ ഇത് മസിൽസ് ഇവിടെ ഒരു സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. ആ മസിൽസിന് ഫോം ചെയ്യുന്ന ആ സ്പേസിനകത്ത് നമ്മൾ കൊടുക്കുന്നതിനാണ് റെട്രോബൾബാർ അഥവാ ഇൻട്രാകോണൽ സ്പേസ് ഇഞ്ചക്ഷൻ നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ വെളിയിൽ കൊടുക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ കോണൽ സ്പേസ്, അത് എക്സ്ട്രാ കോണൽ സ്പേസിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് പെരിബൾബാർ ഓർ എക്സ്ട്രാ കോണൽ സ്പേസ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റൂട്ട്. അതെന്താണ് ബെസ്റ്റ് റൂട്ട് എന്ന് പറയാൻ കാരണം, നമ്മൾ ഇൻട്രാകോണൽ സ്പേസിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ സോ മെനി ബ്ലഡ് വെസൽസ്, therefore there is an increased chance of hemorrhage there. Okay, so that's the 2 types of anesthesia given, extracorneal space and intracorneal space injection. Okay, next the local routes of anesthesia to eye നമ്മൾ എടുക്കുകയാണെങ്കിൽ പെരിബൾബാർ ബ്ലോക്ക് ഫോർ ദി ഐ, നമ്മൾ ഐസിന് പെരിബൾബാർ ബ്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ത്രൂ ദി lower eyelid. Okay, through the lower eyelid at the junction of the medial 1/3 and lateral 1/3. So that is the site. Here the procedure is ascertained through lower eyelid below middle 1/3 and lower 1/3. Then pull the lower eyelid down and insert the injection with a 24 to 25 gauge needle through the lid along the floor of the eye. Okay, just aspirate. Okay, then rule out any vessel injury, that is any global injury is there, then inject 5 ml of anesthesia. Okay, and then post injection you should compress over the eye to avoid the rise of intraocular pressure for 5 minutes. So this is the method. Okay, giving peribulbar block for the eye. So here it is given through the lower eyelid at the junction of the middle 1/3 and lateral 1/3, and you should എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, you should pull the lower lid down and insert the injection with a 24 to 25 gauge needle. Okay, through the lid at the floor of the eye. Then you should aspirate some to rule out any vessel injury or there. Then inject the 5 ml of anesthesia there. Then post injection you should give compression over the eye to avoid the rise of intraocular pressure like for 5 minutes. So that is the route. Okay,
Next, optic nerve. A little thing about optic nerve, that is optic nerve is the collection of axons of retinal ganglion cells. അവർ NRR നിന്നുള്ള ന്യൂറോ റെറ്റിനൽ റിമിലുള്ള നമ്മളെ നെർവ് ഫൈബേഴ്സിന്റെ എല്ലാത്തിൻ്റെ അതിന്റെ ആക്സോൺസിന്റെ കളക്ഷനാണ് നമ്മൾ ഒപ്റ്റിക് നെർവ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ആക്സോൺസ് ഓഫ് ദി റെറ്റിനൽ ഗാംഗ്ലിയോൺ സെൽസ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 47 to 50 millimeter ആണ്. ഓക്കെ, സോ ഇതൊരു figure ആണ്, that is the optic nerve. And here we can see the first part. Okay, the first part എന്ന് പറയുന്നത് intraocularly നമുക്ക് കാണാൻ പറ്റുന്ന visible part ആണ്. So the intraocular, okay, that is the optic disc, that is the first part, the shortest or non-myelinated part of the optic nerve, that is the visible part. Okay, that is the optic disc. And the second part, that is intraorbital. So first is intraocular and second part is intraorbital. Intraorbital 25 to 30 millimeter ഉണ്ട്. That is the longest second part എന്ന് പറയുന്നത്. And it ascus myelin sheath, ഇതിന് എന്തുണ്ട്, myelin sheath ഉണ്ട്. And the central retinal artery vein enter 10 millimeter behind the eye. ഒരു 10 millimeter behind the eye ആയിട്ടാണ് നമ്മളെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറിയും വെയിനും എല്ലാം എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ബിഹൈൻഡ് ദി ഐ, ഇൻഫീരിയോ മീഡിയലി. നെക്സ്റ്റ് തേർഡ് പാർട്ട് ഈസ് ദ ഇൻട്രാ കനാലിക്കുലർ പാർട്ട്, ദാറ്റ് ഈസ് അബൌട്ട് 9 millimeter ലെങ്ത് ഉണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് പാർട്ട് വിത്തിൻ ദി ഒപ്റ്റിക് കനാൽ, ഇതാണ് ഒപ്റ്റിക് കനാലിലുള്ളത്. ആൻഡ് ദ ഫോർത്ത് പാർട്ട് ഈസ് ദ ഇൻട്രാ ക്രേനിയൽ പാർട്ട്, വിച്ച് ഈസ് ദ ഫോർത്ത് പാർട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ പാർട്സ്, ജസ്റ്റ് റിമൈൻഡ്.